ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപൊളി ഫുഡ് വെയേഴ്സ് ആണ് കാണിക്കുന്നത്. അതായത് ഹീൽസ്. നമുക്ക് ഡ്രസ്സും ഓർണമെന്റ്സും പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടതാണ് അല്ലേ ഫുഡ് വെയേഴ്സ്. നമ്മൾ ഓരോ ഡ്രസ്സും വെയർ ചെയ്യുമ്പം അതിന് ചേരുന്ന ഫുഡ് വെയേഴ്സ് വേണം അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി വാങ്ങാറുണ്ട്. അല്ലെങ്കിലും എനിക്ക് ഫുഡ് വെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്രേസ് തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ കുറെ ഇങ്ങനെ വാങ്ങിക്കുമ്പോ എന്നെ വീട്ടിൽ വഴക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ചെരുപ്പ് മേടിക്കേണ്ട കാര്യമുണ്ടോ, എന്തിനാ ഇതിന് മാത്രം എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനെ ചില ഡ്രസ്സിന്റെ കൂടെ ചില ഫുഡ് വെയേഴ്സേ ചേരുള്ളൂ അല്ലെ. അതിപ്പോ ഷൂ ആവാം, ഹാഫ് ഷൂ ആകാം, അതുപോലെ ഫ്ലാറ്റ് ചെരുപ്പുകളാവാം, ഹീലുള്ള ചെരുപ്പുകളാവും, പോയിന്റഡ് ഹീല് അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഹീല് അല്ലെങ്കിൽ മൊത്തത്തിൽ ഹീല്, മൊത്തം പൊങ്ങിയിരിക്കുന്ന, അതായത് ബേസ് മൊത്തം പൊങ്ങിയിരിക്കുന്ന സൈസ് ചെരുപ്പുകൾ, അങ്ങനെ പല മോഡൽ ചെരുപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സിന്റെയും കൂടെ ഓരോ ഫുഡ് വെയേഴ്സ് ആയിരിക്കും നമുക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത്. മറ്റുള്ളവർക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ നമുക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ അങ്ങനെ കുറെ ഫുഡ് വെയേഴ്സിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഹീൽസിന്റെ കളക്ഷൻ ആണേ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്രയും എൻ്റെ കയ്യിൽ ഹീൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഷൂ ടൈപ്പ് ആണ്. കാരണം നമ്മൾ ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലുള്ളവരാണെങ്കിൽ ഷൂ ടൈപ്പ് ആയിരിക്കും അവർക്ക് നല്ലത്. ഹീൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിനും അതുപോലെ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇങ്ങനെ നമ്മൾ ഒരുപാട് ഫുഡ് വെയേഴ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നാലും ഫുഡ് വെയേഴ്സ് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ആണെങ്കിലും തുണിയാണെങ്കിലും നമ്മൾ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാതെ വെറുതെ സൂക്ഷിച്ച് വെച്ച് കുറെ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ തുണി യൂസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് അതിന് പഴക്കം കിട്ടുള്ളൂ, ലാസ്റ്റിങ് കിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഫുഡ് വെയേഴ്സും. നമ്മൾ ചെരുപ്പുകൾ വാങ്ങിച്ച് ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. നല്ല ചെരുപ്പുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഇടാതെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഇതെല്ലാം പൊളിഞ്ഞൊക്കെ പോയി ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെരുപ്പുകളാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലാണ് അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഹീൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു കോപ്പർ കളറും റോസ് ഗോൾഡും കൂടെ വന്നിട്ടുള്ള ഒരു നല്ല ഒരു ഫുഡ് വെയർ ആണ്. കണ്ടോ, ഇതിന് രണ്ട് വള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, അതിന്റെ ഹീലൊക്കെ സ്ക്വയർ ടൈപ്പ് ഹീലാണേ. അപ്പൊ നമുക്ക് പോയിന്റഡ് ഹീൽ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇത്. ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് അടുത്തൊക്കെ ഇതിന് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഹീലിന്. ഞാനും നല്ല ഹൈറ്റ് ഉള്ള ആളാണ്, എന്നാലും എനിക്ക് ഹീൽസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഹീൽസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലിനൊക്കെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് തന്നെ വേറൊരു ലുക്ക് വരും, നമുക്കും വേറൊരു കുറച്ചുകൂടെ ഒരു ഗ്രാൻഡ് ലുക്കൊക്കെ വരും അല്ലെ. അപ്പൊ ഇത് മിന്ത്രായിന്നാട്ടോ ഇത് വാങ്ങിയത്. കണ്ടോ, ഗോൾഡനും കോപ്പറും കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് വെയർ. കണ്ടോ, അതിന്റെ സ്ട്രാപ്പ് ഒക്കെ കണ്ടോ, നല്ല തിളങ്ങുന്ന പോലെ മുത്തുകൾ പിടിപ്പിച്ചേക്കുന്ന പോലെ നല്ല തിളങ്ങുന്ന പോലത്തെ സ്ട്രാപ്പ് ഒക്കെയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ല പാർട്ടി വെയർ ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടാനായിട്ട് ഈ ഹീൽസ് അടിപൊളിയാണ്. അടുത്ത നമുക്ക് ഒരു റെഡ് ഹീൽസ് കണ്ടാലോ. റെഡ് ഹീൽസും അടിപൊളിയാണ്. ഗോൾഡൻ ഹീൽസ് പോലെ തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് തരുന്നതാണ് റെഡ് ഹീൽസ്. അപ്പൊ ഇതും ഡബിൾ സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത്. ഇത്തേല് കണ്ടോ, ഈ സ്ട്രാപ്പിൽ നിറച്ച് ബീഡ്സ് വർക്കാണ്. റെഡും ബ്ലാക്കും മുത്തുകളാണ് കോർത്തിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ കൂടെ ചെറിയ വൈറ്റ് മുത്തുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ റെഡിന്റെ കൂടെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹീൽസ് അടിപൊളിയായിട്ടുണ്ട്. ഇതും സ്ക്വയർ ഹീൽസ് ആണ് വന്നിരിക്കുന്നത്. 2.5 ഇഞ്ചോളം ഇതിനും പൊക്കമുണ്ട്. നമ്മൾ റെഡ് കളറുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഒരു ഹീൽസ് ഇടുവാണെങ്കിൽ അടിപൊളിയാട്ടോ. അതുപോലെ നെയിൽ പോളിഷ്, റെഡ് കളറുള്ള നെയിൽ പോളിഷ്, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു ഹീൽസ് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലിന് തന്നെ നല്ലൊരു ലുക്കാണ്. ഇപ്പൊ നമ്മൾ കേൾക്കാറില്ലേ, ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, പെണ്ണിന്റെ വൃത്തി അറിയാൻ പെണ്ണിന്റെ കാലിൽ നോക്കിയാൽ മതിയെന്ന്. അപ്പൊ ചെറുപ്പത്തിൽ അതൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും കിടക്കും. അപ്പൊ ചെറുപ്പം തൊട്ടേ കാലൊക്കെ കുറച്ച് കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നല്ല ചെരുപ്പുകൾ ഇടണം, അതായത് കാല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നഖമൊക്കെ വെട്ടി നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കണം. അങ്ങനെ ഒരു ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ കാലും കൂടെ നമ്മൾ നല്ല ഇതായിട്ട് പരിപാലിച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഇത്തരം ഹീൽസും ചെരുപ്പുകളും കൂടി ഇടുവാണെങ്കിൽ നമ്മുടെ കാലൊക്കെ അടിപൊളിയായിട്ടിരിക്കും. ആരെ കണ്ടാലും ഒന്ന് നോക്കും നമ്മുടെ കാലിലേക്കൊക്കെ. ഇതും
മിന്ത്രയിന്നാട്ടോ. ഇതും ഏകദേശം ഒരു 1000 റുപ്പീസ് ഒക്കെ അടുത്ത് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഇതണ്ട ഇങ്ങനത്തെ ഫ്ലാറ്റ് ഹീൽസ് ആണ്. ഇതിപ്പം ഇത്തിരി ഉണ്ട്, ഇവിടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞാൻ കുറെയൊക്കെ യൂസ് ചെയ്യും, മറ്റേ ഹീൽസിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇത്. കാരണം ഇത് ഇങ്ങനെ ഹീൽസ് വരുന്നതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അങ്ങനെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവത്തില്ല. കണ്ടോ, ഇതിന്റെയും കണ്ടോ ഈ ഡബിൾ സ്ട്രാപ്പേ കൂടെ ഇത് ഗോൾഡൻ ബുത്തുകൾ പിടിപ്പിച്ചേക്കുവാണ്. അപ്പൊ ഇത് കൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലിന് കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടും കേട്ടോ. ഇതൊരു 2 ഇഞ്ച് അടുത്താണ് ഇതിന്റെ പൊക്കം വരുന്നത്. കാരണം മൊത്തം ഹീലാണല്ലോ. ഇതിന്റെ ഒരുപാട് ഹീലുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി ഹീലുള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു കംഫർട്ടബിൾ ആയിരിക്കുകയില്ല. അപ്പൊ നമുക്ക് ഹീൽസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ട് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഹീൽസ് ആണ് നമ്മൾ നോക്കി വാങ്ങേണ്ടത്. അപ്പൊ അടുത്ത് വീണ്ടും നമുക്കൊരു ഗോൾഡൻ ഹീൽസ് കണ്ടാലോ. കേട്ടാ, നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ഹീൽസ്. കുറെ വള്ളികളൊക്കെ ഉണ്ട്. ഈ വള്ളികളൊക്കെ കണ്ട നല്ല തിളങ്ങുന്നത്. പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണെന്ന് തോന്നും, പക്ഷെ സ്റ്റോൺസ് അല്ല, ഇങ്ങനെ തിളങ്ങുന്ന ഒരു സാധനമാണ് അല്ലെ. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് ഫുൾ ഗോൾഡൻ കളറാണ്. ഇതും സ്ക്വയർ ഹീൽസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, 2.5-3 ഇഞ്ച് അടുത്ത് പൊക്കം വരുന്ന ഹീൽസ് ആണ്. അപ്പൊ ഈ ഹീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. നമ്മുടെ കാലിന്റെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കാണിക്കുന്ന ഹീൽസ് വീണ്ടും ദാ ഒരു റെഡ് ഹീൽസ്. എനിക്ക് ഈ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഡാർക്ക് റെഡിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്തോ എനിക്ക് ആ കളറൊക്കെ മാച്ച് ആവുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഇഷ്ടം. ലൈറ്റ് ഷെയ്ഡിനോട് എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. അപ്പൊ വീണ്ടും ഞാൻ ഒരു റെഡ് ഹീൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം എന്റെ ഡബിൾ സ്ട്രാപ്പ് ആയിരുന്നല്ലോ. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതേണ്ട, ഇവിടെ ഇങ്ങനെ ലേസ് മെറ്റീരിയൽ ആണ് പിടിപ്പിച്ചേക്കുന്നത്, ത്രെഡ് വർക്കിന്റെ ലേസ് മെറ്റീരിയൽ. ഇത് മൊത്തം മിററാണേ, മിറർ പിടിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതും കണ്ടോ, നല്ല ഹീലുള്ളതാണ്. പക്ഷെ ഈ ഒരു ഫുഡ് വെയറിന് എനിക്കൊരു പ്രശ്നം പറ്റി. ഇത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇട്ടോണ്ട് പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് എന്റെ വെയിറ്റ് കൊണ്ടായിരിക്കും, ഇവിടെ അങ്ങ് ഇങ്ങനെ പതുങ്ങി പോയിട്ട് ഈ ഹീൽ അങ്ങ് പറഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തപ്പോ അവര് പറഞ്ഞു, സാധാരണ ഹീൽസ് ഇങ്ങനത്തെ പൊക്കമുള്ള ഹീൽസിന്റെ ചെരുപ്പിന്റെ ഇവിടെ ആയിട്ടൊരു തകിടുണ്ട്, ഒരു തകിട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ മടങ്ങി പോകാനിരിക്കാൻ. അപ്പൊ ഈ ഇതിനകത്ത് അങ്ങനെ തകിടില്ലായിരുന്നു. അപ്പൊ അതാണ് അങ്ങനെ മടങ്ങി പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെനിക്ക് രണ്ടിനും തകിടൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി തന്നു. ഒരു എക്സ്ട്രാ 150 റുപ്പീസ് കൂടെ കൊടുക്കേണ്ടി വന്നു. പക്ഷെ എന്നായാലും ഇപ്പൊ അടിപൊളിയായി കേട്ടോ. അപ്പൊ ഇപ്പൊ കാണിച്ച ഈ ഫുഡ് വെയർസ് എല്ലാം ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഫുഡ് വെയർസ് വാങ്ങിക്കാൻ മിന്ത്രയാണ് ഏറ്റവും നല്ലത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും, നല്ല വെറൈറ്റി ഉള്ള സാധനം കിട്ടും, നല്ല ഭംഗിയുള്ളത് നോക്കി. അങ്ങനെ വാങ്ങേണ്ടവർക്ക് മിന്ത്രയിൽ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ സൈസ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കാല് കുറച്ച് നീളമുള്ള കാലാണ്, കുറച്ച് വലിപ്പമുള്ള കാലാണ്. അപ്പൊ ആ ഒരു ഫുഡ് സൈസിൽ ഫുഡ് വെയർ കിട്ടണത് എനിക്ക് സെർച്ച് ചെയ്തിട്ട് മിന്ത്രയിലാണ് കിട്ടുന്നത്. വേറെ സൈറ്റിലൊന്നും അത്രയും നല്ല ഫുഡ് വെയർസ് ഞാൻ കണ്ടിട്ടില്ല, അത്രയും എനിക്ക് മാച്ച് ആയിട്ടുള്ളതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം ഏകദേശം 1000 റുപ്പീസ് അടുത്ത് വരുന്ന ഫുഡ് വെയർസ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി വാങ്ങാം, നോക്കാം, വാങ്ങാം. അപ്പോൾ നല്ല നല്ല ഫുഡ് വെയർസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കും കേട്ടോ. നമ്മുടെ കാലൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കി
നഖമൊക്കെ വെട്ടി, ഇപ്പൊ നഖം വളർത്തുന്നവരാണെങ്കിലും അത് നല്ല ക്ലീൻ ആക്കി, അതിന്റെ അകത്ത് അഴുക്കളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആക്കി, നെയിൽ പോളിഷ് ഇഷ്ടമാണെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കാലൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് നടക്കണം. നല്ല അടിപൊളി ചെരുപ്പൊക്കെ ഇട്ട്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മുടെ കാലാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആകർഷണം തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എല്ലാം മറ്റുള്ളവരെ കാണിക്കാനാണോ ചെയ്യുന്നതെന്ന്? അല്ല, എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനുവേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പം അത് മറ്റുള്ളവർ എന്താണേലും ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെയാണ്. നല്ല ഒരു ഡ്രസ്സ് ഇട്ട് ഒരാൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും, നല്ലൊരു പെണ്ണിനെ കണ്ടാൽ ശ്രദ്ധിക്കും, നല്ലൊരു ആണിനെ കണ്ടാൽ ശ്രദ്ധിക്കും. കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ നമ്മൾ നമ്മുടെ കണ്ണിന് നല്ലതെന്ന് തോന്നുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടന്നു, നമ്മുടെ കാലിലേക്ക് നോക്കുമ്പോ കാല് വൃത്തിയില്ലാത്ത കാലാണെങ്കിൽ എന്താണ് മറ്റുള്ളവർ നമ്മളെ പറ്റി ചിന്തിക്കുന്നേ? നമ്മൾ എന്തായിരിക്കും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? അതുപോലെ ആയിരിക്കില്ല നമ്മളെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എപ്പോഴും നല്ലതാണ്, വലുതാണ്, അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഫേസ് നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കാലുകളും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ പേഴ്സണൽ ഹൈജീന് നമ്പർ 1 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.